ഹായ്, 4.5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1450 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും ആ വീട് നിർമ്മിക്കാനായിട്ട് എത്ര ചെലവ് വരുമെന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നോക്കുന്നത്. ഞാൻ ഹനീഫ്, ഹൻഗ്രാസിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. 2 ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിലും ഒരെണ്ണം ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വീടിന്റെ പ്ലാനും 3D പ്ലാനും ഒന്ന് കാണാം. ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ലിവിംഗ് ഏരിയ, അടുത്തത് ഡൈനിങ് ഏരിയ. ഡൈനിങ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് കിച്ചൺ, വർക്ക് ഏരിയ കാണാവുന്നതാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ ആണ്. ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഒരു അപ്പർ ലിവിംഗ് സ്പേസ്, ഒരു ബാൽക്കണി എന്നിങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ വരുന്നത്. ഇത് വീടിന്റെ 2D പ്ലാൻ ആണ്. 893 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. 338 150 സെന്റിമീറ്റർ എന്ന അളവിൽ സെറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. 320 290 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ സൈസ്. ഇതായിട്ട് ഡൈനിങ്, ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 324 300 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 318 310 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് കിച്ചൺ, വർക്ക് ഏരിയ കാണാവുന്നതാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ ആണ്. 560 സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ഒരു അപ്പർ ലിവിംഗ് സ്പേസ്, ബാൽക്കണി നിന്ന് കാണാവുന്നതാണ്. വീടിന്റെ പ്ലാനും ഡിസൈനുകളും കണ്ടല്ലോ. നമുക്ക് ഇനി ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര ചെലവ് വരും എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ 3,74,000 രൂപയാണ് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് വർക്ക് 16,000 രൂപ, കരിങ്കല്ലിന്റെ വർക്ക് 1,74,000, ബെൽറ്റ് 74,000 രൂപ, എർത്ത് ഫില്ലിങ് 58,000, അതിന് മുകളിൽ വരുന്ന PCC കോൺക്രീറ്റ് 50,000 രൂപ. ഇങ്ങനെയാണ് 3,74,000 രൂപ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ഇതിൽ നമുക്ക് തറയിൽ ഫില്ല് ചെയ്യാനുള്ള മണ്ണ് സൈറ്റിൽ നിന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു ലേബർ കോസ്റ്റ് മാത്രമേ നമുക്ക് വരുള്ളൂ. ഇനി അടുത്തതായിട്ട് ബ്രിക്ക് വർക്ക് 4,74,000 രൂപ ബ്രിക്ക് വർക്കിന്റെ ചെലവ് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ലിൻഡൽ സൺഷെയ്ഡ് 1,79,000, റൂഫ് സ്ലാബ് 3,94,000 രൂപയും. അങ്ങനെ ആകെ 14,23,000 രൂപ ഈ ഒരു വീടിന്റെ സ്ട്രക്ചർ വർക്ക് കഴിയുന്ന സമയത്ത് നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതിൽ വരുന്നത് പ്ലാസ്റ്ററിങ് 3,21,000 രൂപയാണ് പ്ലാസ്റ്ററിങ്ങിന്റെ കോസ്റ്റ് വരുന്നത്. പെയിന്റിങ് 2,75,000 രൂപ, ടൈല് 3,07,000 രൂപ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് 3 ലക്ഷം രൂപ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഡോർസ് ആൻഡ് വിൻഡോസ് 3,48,000 രൂപ. അങ്ങനെ ആകെ 30,51,000 രൂപയാണ് ഈ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളത്. ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ 2,100 രൂപയാണ് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരാം. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നുമല്ല. നമ്മളുടെ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ താഴെ കൊടുത്തേക്കാം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഡിസ്ട്രോയിലേക്ക് ഇതുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.